ഹേ ഗായ്സ്, അപ്പോൾ ഇന്നില്ലേ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വന്നതാവല്ലേ. അപ്പോൾ ഇതെന്തെന്നറിയോ, പാലക് ചപ്പ് എന്ന് ചെല്ലലയുടെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലേ കമൻറ്റ് ഇടിയാവല്ലേ. അതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് എല്ലാം കട്ടാക്കിയിട്ട് വെച്ചിന്. പിന്നെ ഇതിൽ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കടുകും ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലേ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഇല്ലേ നമ്മൾ കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണാവല്ലേ. ഇത് നോർമലായിട്ട് ബറവാക്കിയെങ്കിലേ വലിയ ടേസ്റ്റ് ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഇന്നേക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഞാൻ ആഡ് ആക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫുള്ളായിട്ട് നോക്കിയാൽ റെസിപ്പി. അങ്ങനെ ഉള്ളി, തക്കാളി, പച്ചമുളകും കൂടി ഇട്ടിട്ടില്ലേ, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ കട്ടാക്കിയിട്ട് വെച്ചാൽ പാലക് ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ കഴിയും. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറേ കാണുന്നല്ലേ, ഇത് വെന്തിട്ട് വരുമ്പോൾ ഇല്ലേ ഇതിൽ കാലംസ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളമായിട്ട് വരുന്നത് വറ്റിച്ചിട്ടെടുക്കണാവല്ലേ. പിന്നെ ഇതിലേക്ക് ഞാനില്ലേ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആവശ്യത്ര ഉള്ളത്ര മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മുട്ട ഇട്ട് കൊടുത്തതല്ലേ. എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടില്ലേ ആ മുട്ട ഒന്ന് കുക്കായിട്ട് വരണോ. പിന്നെ വെള്ളം കൂടി വറ്റിട്ടാകുമ്പില്ലേ നമ്മൾ സാധനം സെറ്റായിട്ട് കിട്ടുന്നത്. നല്ല സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയാവല്ലേ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.